എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വേക്കൻസി ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ടുള്ള വേക്കൻസികൾ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലും ഓപ്ഷനുകളും കാണാൻ സാധിക്കും. എന്നാൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് അവിടെ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങളെ അതിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സാധാരണ ഹയർ സെക്കൻഡറി പോലെ തന്നെ ഇതിലും ഈ ഒരു സയൻസും അതുപോലെ തന്നെ അത് ബയോളജി സയൻസും അതുപോലെ തന്നെ സയൻസും അതുപോലെ തന്നെ ഈ ഒരു കൊമേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനായിട്ട് കോഴ്സ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്നത് ഈ ഒരു സയൻസ് ആണ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നത് ബയോളജി സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസുള്ള ആ ഒരു സബ്ജക്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് അത് ബയോളജി ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകാം. അതായത് നഴ്സിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ബയോളജിയുള്ള കോഴ്സ് പഠിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ ബയോളജിയുള്ള കോഴ്സുകൾ നിങ്ങൾക്കിതിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ കാണാം. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ബയോളജി എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ മാത്സ് കൂടി പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ബയോളജിയുള്ള ഓപ്ഷൻ കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസി ലിസ്റ്റ് കാണാൻ സാധിക്കും. വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേക്കൻസീസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് അഡ്മിഷൻ വേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നൽകാവുന്നതാണ്. കാരണം പിന്നീട് അവിടെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി മാറുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി ഓപ്ഷനുകൾ സമർപ്പിക്കാം. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്കിലൂടെയും അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ പരമാവധി ഒരു 10ൽ കൂടുതൽ ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾ ആദ്യം നൽകാനും ശ്രദ്ധിക്കുക. അപ്പോൾ മിനിമം ഒരു 10 ഓപ്ഷനെങ്കിലും നൽകുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഒറ്റ ഓപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു PDF നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ ആ ഒരു പേജിൽ നിങ്ങൾ ഇതുപോലെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥി ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥി രജിസ്റ്റർ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അതായത് 2 തവണ മൊബൈൽ നമ്പർ വീണ്ടും നൽകണം. അതിനുശേഷം പാസ്വേഡ് അതുപോലെ തന്നെ വീണ്ടും കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാസ്വേഡ് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരുന്നതിനായിട്ട് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ഈ ഒരു യൂസർ നെയിമും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ സ്പോട്ട് അല്ലെങ്കിൽ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു പേജാണ് വരിക. ഇത് ഈ ഒരു PDF-ൽ നൽകിയുള്ള രീതിയിൽ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകി സേവ് ചെയ്ത് പോകുന്ന സമയത്ത് അവസാനം നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് വരും. പ്രിവ്യൂ പേജിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. കാരണം
ഈ ഒരു നിരവധി വാക്കൻസികൾ ഇനിയും വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ നൽകണം. പിന്നീട് ഇനി ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരം നൽകുന്നതായിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.